കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന സംഭവം മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവമാണ് അല്ലേ. ഒരു കാറിൽ വെച്ച് ഭർത്താവ് സ്വന്തം ഭാര്യയെ മൃഗീയമായിട്ട് തീ കൊളുത്തി കൊന്നു എന്നുള്ള വാർത്ത ഒരാൾക്ക് പോലും ദഹിക്കാൻ പറ്റിയില്ല. എല്ലാവരും കുറ്റപ്പെടുത്തി റജിലാൽ എന്ന് പറയുന്ന യുവാവിനെ. പോലീസും ഫോറൻസിക്കിൻ്റെയും എല്ലാത്തിൻ്റെ അന്വേഷണം ആ യുവാവിനെതിരായിരുന്നു. മാധ്യമങ്ങളെല്ലാം അയാളെ കോരം ചിഹ്നം വിളിച്ചു. അവസാനം പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. ആ CCTVയിൽ ആ ദൃശ്യമില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് തെളിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റജിലാലിൻ്റെയും ഈ സോനയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ആരും അറിയാത്ത ആ സത്യമാണ് ഇന്ന് പറയുന്നത്. റജിലാലും ഭാര്യ സോനയും കൂടെ ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. ഈ സോന 7 മാസം ഗർഭിണിയാണ്. അതുകൊണ്ടാണ് അവർ ആശുപത്രിയിൽ പോയത്. അങ്ങനെ എന്തായാലും രാത്രി 9 മണി കഴിഞ്ഞു. വീട്ടിലേക്ക് എത്താൻ 10 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ അവർ സഞ്ചരിച്ച ആ കാറ് പൊട്ടിത്തെറിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഞെട്ടലുളവാക്കിയ ഒരു സംഭവമാണ്. കുഗ്രാമമാണ്, ഒരു ദൃക്സാക്ഷികൾ പോലും ഇല്ല. അങ്ങനെ ഈ ബഹളമെല്ലാം കേട്ട് ആൾക്കാരെല്ലാം ഓടിക്കൂടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഭീകരമാണ്. സോന പൊള്ളലേറ്റ് മരിച്ചു കിടക്കുകയാണ്. ഈ ഭർത്താവായ റജിലാലിന് 60% പരിക്കുണ്ട്. അയാളെ താങ്ങിയെടുത്തുകൊണ്ട് ആൾക്കാരെല്ലാം കൂടി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇനി കുറേ സംശയങ്ങളാണ് അവിടെ അവശേഷിക്കുന്നത്. എങ്ങനെയാണ് കാറ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്? എല്ലാ കണ്ണുകളും എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചത് ഈ റജിലാലിലേക്കായിരുന്നു. കാരണം ഇയാളാണ് ഈ ക്രൂരത ചെയ്തത് എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും ഒരു ആദ്യത്തെ മൊഴി. പോലീസിൻ്റെ കണ്ടെത്തൽ ആദ്യത്തെ അങ്ങനെയായിരുന്നു, ഫോറൻസിക്കിൻ്റെ നിരീക്ഷണം അങ്ങനെയായിരുന്നു, മാധ്യമ പ്രവർത്തകർ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ എല്ലാം ഒരു കൺക്ലൂഷൻ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരുപാട് സാഹചര്യ തെളിവുകൾ അയാൾക്ക് എതിരായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ സാധാരണയായിട്ട് ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുമ്പോൾ ഭാര്യ മുൻസീറ്റിലിരിക്കുമല്ലോ. പക്ഷേ അന്നത്തെ ദിവസം ഈ ഭാര്യ സഞ്ചരിച്ചത് പിൻസീറ്റിലായിരുന്നു. അതുമാത്രവുമല്ല, ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഈ പൊട്ടിത്തെറി നടക്കുമ്പോൾ റജിലാൽ ഭാര്യയെ രക്ഷിക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല. അയാൾ തന്നെ രക്ഷപ്പെട്ടു. എങ്ങനെയാണെന്നറിയാം, തൊട്ടടുത്ത് ഒരു കൈത്തോടുണ്ട്, അതിലേക്ക് ചാടിയാണ് അയാളുടെ ദേഹത്തുള്ള തീയല്ല അയാൾ കളഞ്ഞത്. എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. എല്ലാവരും ഈ റജിലാലിനെ കുറ്റപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് ആരോ വരുത്തി വെച്ചൊരു ദുരന്തമാണെന്നുള്ള എല്ലാ തെളിവുകളും ആ കാറിൽ അവശേഷിപ്പുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ, സാധാരണയായിട്ട് കാറ് കത്തുന്നത് എങ്ങനെയാണ്, മുൻവശമാണ്, അല്ലാതെ എഞ്ചിൻ്റെ ഭാഗമാണ് കത്തുന്നത്. പക്ഷേ ഇത് പിൻഭാഗത്താണ് തീ പടർന്നിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ ആരോ റജിലാലോ അല്ലെങ്കിൽ സോനയോ മനഃപൂർവ്വം ആ വണ്ടിയിൽ തീ ഇട്ടതാണ് അല്ലെങ്കിൽ തീ കൊളുത്തിയതാണെന്നുള്ള നിഗമനത്തിലാണ് എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചത്. എന്തായാലും ഇതിന് ഉത്തരം പറയേണ്ട ഒരാളിപ്പോൾ ഇല്ല. ആരാ? സോന മരിച്ചു സ്പോട്ടിൽ തന്നെ. ഇനിയുള്ളത് 60% പരിക്കേറ്റ് കിടക്കുന്ന ഈ റജിലാൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം തേടി പോലീസ് ഇയാളുടെ മൊഴി എടുക്കുമ്പോൾ ഇയാൾ പറയുന്നൊരു സംഭവമുണ്ട്. അതെന്താണെന്നറിയാമോ, ഇവർ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയുടെ പിൻഭാഗത്ത് പെട്രോളിൻ്റെ മണം അനുഭവപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ വ്യക്തത പറയുകയാണ്. ഈ റജിലാലിൻ്റെ ആ ഒരു മൊഴിയുണ്ടല്ലോ, ഒരുപാട് സംശയങ്ങൾക്ക് ഇടവരുത്തി. കാരണം റജിലാൽ അല്ല ചെയ്തത്. എല്ലാവരുടെയും സംശയങ്ങൾ അങ്ങനെയായിരുന്നു. റജിലാലാണ് ഈ ദുരന്തം ഉണ്ടാക്കിയെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ മുതൽ കഥ ആകെ മാറുകയാണ്. ഇനി എല്ലാ സംശയങ്ങളും നേരെ ചെല്ലുന്നത് ഈ സോനയിലേക്കാണ്. അപ്പോൾ എന്താ ചെയ്യുന്നറിയാമോ, ഈ സോന അന്നത്തെ ദിവസം സഞ്ചരിച്ച വഴികളിലൂടെ പോലീസ് ഒന്ന് സഞ്ചരിച്ചു. അപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഈ സോന ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഒരു കന്നാസിൽ പെട്രോളും വാങ്ങി നടന്നു പോകുന്ന, അതായത് വളരെ വേഗത്തിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച കാര്യം നടപ്പിലാക്കാൻ പോകുന്ന ഭാവത്തിൽ നടന്നു പോകുന്ന കാഴ്ച കണ്ടു. ആ നടത്ത കാണുമ്പോൾ നമുക്കറിയാം മുഖത്ത് ഒരു നിശ്ചയദാർഢ്യമുണ്ട്, ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനം ഉറപ്പിച്ചാണ് ആ പെൺകുട്ടി നടന്നു പോകുന്നത്. അവിടെ മുതൽ ഈ സോനയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് നാട്ടുകാരും പോലീസും മാധ്യമപ്രവർത്തകരും എല്ലാം. എന്താണെന്നറിയാമോ, സോനയാണോ ഇതിന് പിന്നിൽ? ആ കുട്ടിയെ ഈ ഒരു ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? റജിലാൽ നിരപരാധിയാണോ? ആ വണ്ടിയിൽ വെച്ച് റജിലാലിനെ കൊല്ലാൻ ഈ പെൺകുട്ടി, അതായത് ഈ സോന തീരുമാനിച്ച എന്തായിരിക്കും? സോനയെ മരിച്ചു, സോന ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കാം. ആ കൂട്ടത്തിൽ ഇയാളെയും കൂടി വകവരുത്തി എന്തിനായിരിക്കും അവൾ തീരുമാനമെടുത്തത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് പിന്നീട് ഇവിടെ അവശേഷിച്ചത്. എന്തായാലും പോലീസ് എല്ലാം നേരെ ചെന്ന് ഈ സോനയുടെ വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ ദിവസത്തെ സംഭവങ്ങളെല്ലാം കൂട്ടി വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സോനയുടെ സഹോദരി, അതായത് അമ്മയുടെ ചേച്ചിയുടെ സഹോദരിയും ഈ പെൺകുട്ടിയും കൂടെയാണ് ഈ നഗരത്തിലേക്ക് വന്നത്. അങ്ങനെ രണ്ടുപേരും, പെൺകുട്ടിയുടെ സഹോദരി പറയുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, രണ്ടുപേരും 2 ദിശയിലേക്ക് പോവുകയാണ്. അക്കൂട്ടത്തിലാണ് ഈ സോന പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടി ആ പെട്രോൾ പമ്പിൽ കയറിയത് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായി. അതുമാത്രമല്ല, അന്നത്തെ ദിവസം സോന ആകെ അസ്വസ്ഥയായിരുന്നു. സോനയുടെ സഹോദരി ഈ സോനയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? അപ്പോൾ ഈ സോന പറയുന്നുണ്ട്, അവൻ മാറുന്ന ലക്ഷണമില്ല, അവൻ ആ മറ്റേ പെൺകുട്ടിയോട് ഇപ്പോഴും കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവന് ഞാൻ റെഡിയാക്കി നോക്കിയിട്ടൊന്നും അവൻ മാറുന്ന ഒരു ലക്ഷണവുമില്ല, ഞാൻ ആകെപ്പാടെ തകർന്നിരിക്കുവാണെന്നുള്ള മൊഴിയൊക്കെ ഈ സോനയുടെ വായിൽ നിന്നൊക്കെ
ഈ സോനയുടെ ബന്ധുക്കൾക്കൊക്കെ കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടി ഈ പെൺകുട്ടി മനസ്സിൽ വല്ലാത്തൊരു പ്രതികാരത്തിന് കാരണമാവുകയാണ്. ഈ പ്രതികാരം കണക്കിലെടുത്തുകൊണ്ടാണ് അന്നത്തെ ദിവസം മുഴുവൻ ഈ സോന ആ കാര്യം നടപ്പിലാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെങ്ങനെയാണ് അടുക്കുന്നത് അറിയാമോ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് ചുരുക്കി പറയാം. ഇവർ സ്നേഹിച്ചാണ് കല്യാണം കഴിക്കുന്നത്. അതായത് ഒരു കല്യാണ ഫംഗ്ഷൻ വെച്ച് കണ്ടുമുട്ടുന്നു, അത് വലിയ ബന്ധമായിട്ട് മാറുന്നു, കല്യാണം വരെ എത്തുകയാണ്. പക്ഷേ കല്യാണം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സോന അറിയുകയാണ് ഇവന് മറ്റൊരു ബന്ധമുണ്ട്, അവർ മറ്റൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള കാര്യം അറിഞ്ഞ് ഈ സോന ആകെ പൊട്ടിത്തെറിക്കുന്നു. പിന്നെ പോലീസിൽ കേസാവുന്നു. പോലീസിന് മധ്യസ്ഥയിൽ ഒരു ചർച്ചയിൽ ഇവളെ കല്യാണം കഴിക്കുന്നു. അറിയാമല്ലോ, പിന്നെ പ്രശ്നമാണ്, തുടർന്ന് പിടിക്കുന്നതൊക്കെ പ്രശ്നമാണ്. ഇതിനിടയ്ക്ക് ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. ഈ പെൺകുട്ടിയെ ഭർത്തൃ വീട്ടുകാർ പീഡിപ്പിക്കുന്നു, പട്ടിണി കിടന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളുമായിട്ട് ഈ പെൺകുട്ടി ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. അതൊരു വശത്ത് നിൽക്കട്ടെ. ഈ പെൺകുട്ടി ഗർഭിണിയായി. ഗൾഫിലായിരുന്ന ഭർത്താവ് ഈ ഭാര്യയെ പരിചരിക്കാൻ അല്ലെ ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ള ആ രീതിയിൽ നാട്ടിലേക്ക് എത്തുകയാണ്. വീണ്ടും പ്രശ്നം തുടങ്ങുകയാണ്. കാരണം ഇയാൾക്ക് അപ്പോഴും മറ്റൊരു ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് ഈ സോനയുടെ പ്രതികരണങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അയാൾ ഒരു വിധത്തിൽ മാറുന്നില്ല, വീണ്ടും ഞാൻ കൂടാതെ അയാൾക്ക് മറ്റൊരു ബന്ധം ഉണ്ടെന്നൊക്കെ ഉള്ള ആ നിലപാടിലാണ് ഈ സോന. ഇതിനിടയ്ക്ക് മറ്റൊരു ആരോപണം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കുട്ടി തൻ്റേതല്ല എന്നുള്ള നിലപാടിലാണ് റജിലാൽ നിൽക്കുന്നതെന്നാണ് മറ്റൊരു വാദം. അതുകൊണ്ട് DNA ടെസ്റ്റ് നടത്തണം. അറിയാമല്ലോ, മൊത്തത്തിലാകെ പ്രശ്നമായി. റജിലാൽ ഒരു ഭാഗത്ത്, സോന ഒരു ഭാഗത്ത്. എന്തായാലും ആ ബന്ധം ആകെ താറുമാറായി. ഇത്തരത്തിലുള്ള പ്രശ്നം നിൽക്കുമ്പോൾ തന്നെയാണ് സോന ആ സമയത്ത് സോനയുടെ ഒരു ബന്ധുവീട്ടിലാണ്. വൈകുന്നേരത്തോടെ ഈ റജിലാൽ പോയി ആ പെൺകുട്ടിയെ വിളിക്കുന്നു. ആശുപത്രിയിൽ പോകണം, നിൻ്റെ ശരീരം ഒന്ന് പരിശോധിക്കണം, നീ ഗർഭിണിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ പരിശോധിക്കാൻ വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. ഇവിടെ മുതൽ ആ വണ്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ഊഹാപോഹം മാത്രമേ ഉള്ളൂ. എന്തായാലും ഏകദേശ പോലീസിൻ്റെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ വഴിത്തിരിവായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ കാറിൽ രണ്ടുപേരും ആശുപത്രിയിലേക്ക് പുറപ്പെടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആകെ പ്രശ്നമാണ് വണ്ടിക്കകത്ത്. പക്ഷേ ഇവിടെ രാവിലെ വാങ്ങിച്ച ആ പെട്രോള് ബാക്കിൽ നമ്മുടെ സോന കരുതിയിട്ടുണ്ട് ഒരു പ്രതികാരം നടപ്പിലാക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പോൾ സോന ബാക്ക് സീറ്റ് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇരിക്കുകയാണ്. ഈ വണ്ടി ഓടിക്കുന്നത് റജിലാലാണ്. ഒരു വിധത്തിലും ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ല. അങ്ങനെ വീട്ടിലേക്ക് എത്താൻ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഈ പെൺകുട്ടി ചെയ്തു എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ആ പെട്രോൾ തുറന്നു തൻ്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയാണ്. കൂട്ടത്തിൽ അവനെയും കൊല്ലാൻ വേണ്ടി അവൻ്റെ ദേഹത്തേക്കും പെട്രോൾ വീഴ്ത്തുകയാണ്. അറിയാമല്ലോ, വണ്ടി നിറച്ച് പെട്രോൾ. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യമാണ് നടക്കുന്നത്. കയ്യിൽ കരുതിയിരിക്കുന്ന ആ തീപ്പെട്ടി ഉരയ്ക്കുന്ന ഒരൊറ്റ ആന്തലായിരുന്നു വണ്ടി മുഴുവൻ. ആ കൂട്ടത്തിൽ ആ തീ ഈ റജിലാൻ്റെ ശരീരത്തേക്കും പിടിക്കുന്നു. അയാൾ പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള, അപ്പോഴേക്കും ഒരു കൈത്തോടൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ, ആ കൈത്തോട്ടിലേക്ക് ഇയാൾ ജീവൻ കൊണ്ട് ചാടുകയാണ്. ആ വെള്ളത്തിൽ കിടന്ന് ഉരുണ്ടും വരണ്ടും അയാളുടെ ദേഹത്തുള്ള തീയൊക്കെ അണച്ചു. 60% പൊള്ള അയാൾക്കുണ്ട്. പക്ഷേ ഈ വണ്ടിയിലെ യാത്രക്കാരിയായിട്ടുള്ള സോന പൂർണ്ണമായിട്ടും തീയിൽ കത്തി അമർന്നു. എന്തായാലും സ്പോട്ടിൽ വെച്ച് സോന മരണമടയുന്നു. 60% പരിക്കുമായിട്ട് അയാൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഊഹാപോഹങ്ങൾ മാത്രമാണ്. പറയേണ്ട ആൾ ഒരാൾ മരണപ്പെട്ടു, ഒരാൾ ആശുപത്രി കിടക്കുകയാണ്. അയാളാണ് പറഞ്ഞിരിക്കുന്നത് പെട്രോളിൻ്റെ മണം വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു നിഗമനത്തിൽ പോലീസ് പരിശോധിക്കുന്നു. CCTV പരിശോധിക്കുമ്പോൾ പെട്രോൾ വാങ്ങിക്കൊണ്ട് വരുന്ന സോനയെ കാണുന്ന കേസിന് ട്വിസ്റ്റായിട്ട് മാറുകയാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ ഏകദേശം നിഗമനത്തിലെത്തി. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് കൂട്ടത്തിൽ അവനെയും കൊല്ലാൻ വേണ്ടി ഒരു തീരുമാനം കൂടി കൈക്കൊള്ളുകയാണ്. അങ്ങനെയാണ് ഈ സംഭവത്തിന് ക്ലൈമാക്സ് ഏകദേശം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു കഷ്ടമായി പോയി അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പോലും. ഇവിടെ ഈ പെൺകുട്ടി ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ 7 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ വയറ്റി ചുമക്കുന്ന ആ പെൺകുട്ടി ആ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണും അല്ലേ? എന്തായാലും മരിക്കാൻ തന്നെയായിരിക്കും ആ പെൺകുട്ടി തീരുമാനിച്ചത്. അക്കൂട്ടത്തിൽ തന്നെ ചതിച്ചവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം കൂടി ആ പെൺകുട്ടി കൈക്കൊള്ളുകയാണ്. എന്തായാലും അത്യന്തം ദുരൂഹത നിറഞ്ഞ ഈ കേസിന് ഒരു കൺക്ലൂഷൻ വേണമല്ലോ അല്ലേ? എന്താണ് സംഭവിച്ചത് അറിയണമല്ലോ. ഇനി ആകെ പറയാനുള്ളത് ഈ റജിലാലിൻ്റെ മൊഴി മാത്രമാണ്. അയാൾ പൂർവാധി ശക്തിയായിട്ട് തിരിച്ചു വരും, നല്ല ആരോഗ്യവാനായിട്ട്. എന്താണ് സംഭവിച്ചെന്നുള്ളത് പറയുന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലിരിക്കുമായിരുന്നു എല്ലാവരും. പക്ഷേ എന്ത് ചെയ്യാനാണ്, മരണത്തിന് അയാളും കീഴടങ്ങിയതോടെ ഈ കേസിന് സമാപ്തിയായിരിക്കുവാണ്. ഇനി ഒരുപക്ഷെ അയാൾ ആരോഗ്യത്തിൽ തിരിച്ചു വന്നു എന്നിരിക്കട്ടെ, എല്ലാ തെറിയും അല്ലെങ്കിൽ എല്ലാ പരിഹാസവും അയാൾ കേൾക്കേണ്ടി വന്നേനെ അല്ലേ? ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. അയാളാണ് ഈ മരണത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളാണ് അയാൾക്കെതിരെ എല്ലാവരും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ശകാര വാക്കുകൾ ഏൽക്കാതെ അയാൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, അങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് ഈ 2 കൊച്ചു ജീവിതങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിയേറ്. ചെറിയ ജീവിതങ്ങളാണ്, ഒരുപാട് വർഷം ജീവിക്കേണ്ടവരാണ്. പക്ഷേ ആ ജീവിതമെല്ലാം തച്ചുടച്ച് കളഞ്ഞ് 2 പേരും.
നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ വേണ്ടത് പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെയാണ്. ഇവർക്കിടയിൽ അതില്ലാതെ പോയി, വല്ലാത്തൊരു കഷ്ടമായി പോയി ചെറിയ ജീവിതം. ഇനി ആ റജിലാലിൻ്റെ ബന്ധുക്കളുടെ അവസ്ഥ, സോനയുടെ ബന്ധുക്കളുടെ അവസ്ഥ വല്ലാത്ത കഷ്ടമായി. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി അവർ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. എന്തായാലും ആ രണ്ട് ആത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.